ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ ഭാരതീയരെ സംബന്ധിച്ച് വളരെ വിശേഷമുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്നത്തെ ഒരു സമർപ്പണമായിട്ട് ഒരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങാം. കഥയുടെ ആദ്യത്തിൽ പറഞ്ഞു വരുന്നത് നമ്മുടെ ആ സമയക്രമത്തിനെ കുറിച്ചാണ്. നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള സമയക്രമത്തിനെക്കുറിച്ചും അതേപോലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ്. നമ്മളൊന്ന് വെറുതെ ഒന്ന് കണ്ണോടിക്കുക. നമ്മൾക്ക് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള സംഭവങ്ങൾ അതൊന്ന് കണ്ണോടിക്കുക മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ പണ്ട് ബ്രഹ്മാവിൻ്റെ ഉത്തരവാദിത്വം, ത്രിമൂർത്തികളിൽ വെച്ച് ബ്രഹ്മാവിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് സൃഷ്ടി എന്നുള്ള ക്രിയയാണ്. അപ്പോൾ അദ്ദേഹം പല പുത്രന്മാർ അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുണ്ടായ സമയത്ത് അവരെ കൊണ്ടൊന്നും അല്ലെങ്കിൽ അവരിലൂടെ സൃഷ്ടി വർദ്ധിക്കണില്ല എന്ന് കണ്ട സമയത്ത് അദ്ദേഹം ഒരു ഭാര്യയും ഒരു ഭർത്താവിനെ ഉണ്ടാക്കി എന്നാണ് പറയണത്. അങ്ങനെ ആദ്യത്തെ ദമ്പതിമാരായിട്ട് സ്വയംഭുവ മനുവും ശതരൂപാദേവി ഉണ്ടായി എന്ന് പറഞ്ഞു. അവർക്ക് 3 പുത്രിമാരും 2 പുത്രന്മാരും. അതിൽ ജ്യേഷ്ഠപുത്രൻ പ്രിയവ്രതൻ. അപ്പോൾ ഈ കഥകളൊക്കെ ഈ സ്വയംഭുവ മനുവിൻ്റെ ആയാലും അദ്ദേഹത്തിൻ്റെ മന്വന്തരത്തിൻ്റെ കഥയായാലും പലവട്ടം നമ്മൾ ഇപ്പോൾ ഈ കഥകൾ പല കഥകൾ പറയുന്ന സമയത്ത് പറഞ്ഞു വന്നതാണ്. നാരായണി ആയാലും മറ്റുള്ള സന്ദർഭങ്ങളിലൊക്കെ പറഞ്ഞു വന്നതാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ മൂത്ത പുത്രൻ പ്രിയവ്രതൻ, അദ്ദേഹം ആദ്യം രാജ്യമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിരക്തി വന്ന് പോവുകയാണ് ഉണ്ടായെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനാണ് രാജ്യം ഭരിക്കാനുള്ള യോഗം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന് അദ്ദേഹം അനേകം വർഷം രാജ്യം ഭരിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന് 7 പുത്രന്മാർ ഉണ്ടായി എന്നാണ് പറയണത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ കേമത്വം അല്ലെങ്കിൽ രാജഭരണത്തിൻ്റെ ആ മഹാത്മ്യം പറയുന്നുണ്ട്. ഇദ്ദേഹം കണ്ടിരുന്നു ഈ സൂര്യോദയം തൊട്ട് സൂര്യാസ്തമയം വരെ ഭൂമിയിൽ വെളിച്ചമുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രജകൾക്കൊക്കെ സുഖമാണ് കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാത്തിനും വേണ്ടി വെളിച്ചമുള്ളത് കാരണം. എന്നാൽ സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഇരുട്ടാണ് അല്ലേ. അപ്പോൾ ഈ പ്രജകൾക്ക് ഈ ഇരുട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നീക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ പ്രദക്ഷിണം വെച്ചു എന്നാണ്. സൂര്യൻ്റെ പിറകെ സൂര്യൻ്റെ അത്ര തന്നെ തേജസ്സുള്ള ഒരു രഥം ഉണ്ടാക്കിയിട്ട് അതിൽ കയറി അദ്ദേഹം സഞ്ചരിക്കും എന്നാണ്. അപ്പോൾ സൂര്യാസ്തമയമായി കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഭൂമിക്ക് ചുറ്റും 7 വട്ടം പ്രദക്ഷിണം വെക്കുകയാണ്. അത് കാരണം തന്നെ ഇവിടെ സൂര്യ അസ്തമയം ഉണ്ടാവണില്ല. യഥാർത്ഥത്തിൽ സൂര്യൻ അസ്തമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അത്ര തന്നെ പ്രകാശം അവിടെ നിലനിൽക്കണമെന്ന് സാരം. അപ്പോൾ അത് കാരണം ഈ പ്രജകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവണില്ല. അവർക്ക് അപ്പോഴും സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ അത്ര തന്നെ തേജസ്സുള്ള വെളിച്ചം അല്ലെങ്കിൽ തേജസ് ആ ഭൂമിയിൽ കിട്ടണമെന്നർത്ഥം. ഇങ്ങനെ ചെയ്ത സമയത്ത് പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ പ്രകൃതിക്ക് വിരുദ്ധമാണ് അല്ലേ. കാരണം എല്ലാറ്റിനും പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാരണം ബ്രഹ്മാവ് വന്ന് ഇദ്ദേഹത്തിനെ ഉപദേശിക്കുകയാണ് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹം പിന്തിരിയാണ്. പക്ഷേ ഇദ്ദേഹം ഈ ക്രിയ ചെയ്തിരുന്ന സമയത്ത്, അതായത് ഈ പ്രദക്ഷിണം ഭൂമിക്ക് ചുറ്റുമുള്ള ഈ പ്രദക്ഷിണം ചെയ്തിരുന്ന സമയത്ത് പല സ്ഥലത്തും ഇദ്ദേഹത്തിൻ്റെ രഥചക്രം ഒന്ന് ആഴ്ന്നു പോയി. അതായത് ഒരു കുഴി പോലെ ആയ പല സ്ഥലങ്ങളും ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള 7 സ്ഥലങ്ങളാണ്, അങ്ങനെയുള്ള 7 ആ കുഴി പോലെയുള്ള സ്ഥലങ്ങളിലാണ് പിന്നീട് ജലം വന്നപ്പോൾ 7 സമുദ്രങ്ങളായി തീർന്നത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ 7 സമുദ്രങ്ങളിലൂടെ ഈ ഭൂമി 7ആയിട്ട് വിഭജിക്കപ്പെട്ടു. അതായത് 7 സമുദ്രങ്ങൾ വന്നത് കാരണം ബാക്കിയുള്ള ഭൂമി 7ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. അതാണ് 7 ദ്വീപുകളായത്. ഇന്ന് നമ്മൾ 7 കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്ന അതേ തന്നെയാണ് ഭാഗവതത്തിൽ 7 ദ്വീപുകളായിട്ട് പറയുന്നത്. ഇവിടെ വ്യക്തമായിട്ട് ഈ 7 ദ്വീപുകളുടെയും അതേപോലെ 7 സമുദ്രങ്ങളുടെയും പേരുകളും പറയുന്നുണ്ട്. അതൊന്ന് ഞാൻ പറയാം. 7 ദ്വീപുകൾ ജംബു, പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം. ഇതാണ് 7 ദ്വീപുകൾ. 7 സമുദ്രങ്ങൾ ക്ഷാരോദം, ഇക്ഷുരസോദം, സുരോദം, ഘൃതോദം, ക്ഷീരോദം, രഥിമണ്ഡോദം, ശുദ്ധോദം. ഇതാണ് 7 സമുദ്രങ്ങൾ. ഇങ്ങനെ ആ ഭൂമിയുടെ ആ ആകമാനം ഉള്ള ആ വിസ്തൃതി ഇങ്ങനെ 7ആയിട്ട് വിഭജിക്കപ്പെട്ടു. ഇദ്ദേഹത്തിന് 10 പുത്രന്മാർ ഒരു പത്നിയിൽ, അതായത് മുഖ്യപത്നിയിൽ 10 പുത്രന്മാർ, പിന്നീട് വേറെ ഒരു പത്നിയിൽ 3 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും 7 പുത്രന്മാരാണ് രാജ്യഭാരം മുന്നോട്ട് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ വന്നത്. അങ്ങനെയുള്ള 7 പേർക്ക് ഈ 7 ദ്വീപുകൾ ഓരോന്നായിട്ട് വിഭജിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഭരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ
ജംബു എന്ന് പറയുന്ന ദ്വീപ് ഭരിച്ചത് ആഗ്നീധ്രൻ എന്ന് പറയുന്ന പുത്രനാണ് എന്നാണ് പറയുന്നത്. ജംബു എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഏഷ്യ എന്ന് പറയുന്ന ആ സ്ഥലമാണ്. അത് ഭരിച്ചിരുന്നത് ആഗ്നീധ്രൻ എന്ന പുത്രനാണ് എന്ന് പറയുന്നു. ഈ ആഗ്നീധ്രന് 9 പുത്രന്മാരുണ്ടായി എന്ന് പറയുന്നു. ഈ ആഗ്നീധ്രൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഈ ഭൂമി, ജംബുദ്വീപ് എന്ന് പറയുന്ന ഭൂമി വീണ്ടും 9 ഡിവൈഡ് ചെയ്തു. അതായത് 9 ഖണ്ഡങ്ങൾ പിന്നെ ഉണ്ടായി എന്നർത്ഥം. അത് ഈ തൻ്റെ 9 പുത്രന്മാർക്ക് വിഭജിച്ചു കൊടുത്തു. അതിൽ ആ അജനാഭം എന്ന് പറയുന്ന ആ സ്ഥലം അത് ഏറ്റുവാങ്ങിയത്, അത് ഭരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടത് നാഭി എന്ന് പറയുന്ന പുത്രനാണ്. ഈ നാഭി വളരെ കാലം രാജ്യം ഭരിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പുത്രന്മാരൊന്നും ഉണ്ടായില്ല. എന്നാൽ വളരെയധികം ഭക്തോത്തമനും ധർമ്മിഷ്ഠനുമായിരുന്നു നാഭി. അങ്ങനെ ഇരിക്കെ ഈ നാഭി അദ്ദേഹത്തിന് ആ യജ്ഞങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഭഗവാന് തുല്യനായൊരു പുത്രൻ വേണമെന്ന് ആഗ്രഹിക്കലും, അങ്ങനെ ശ്രീഹരിയുടെ അനുഗ്രഹം കൊണ്ട് ഭഗവാൻ തന്നെ പുത്രനായിട്ട് ഋഷഭനായിട്ട് ഭഗവാൻ അവതരിക്കുന്ന കഥ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഋഷഭൻ്റെ പുത്രനായിട്ടാണ് ഭരതൻ എന്ന് പറയുന്ന ആ പുത്രൻ ഉണ്ടാവുന്നത്. അദ്ദേഹമാണ് പിന്നീട് അജനാഭം ഭരിച്ചത്. അതായത് ഈ നാഭിയിൽ നിന്ന് ഋഷഭൻ അജനാഭം ഭരിച്ചു. ഋഷഭനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ഭരതൻ. ഈ ഭരതൻ അജനാഭം ഭരിച്ച ആ സന്ദർഭത്തിലാണ് ഭാരതം എന്ന പേര് ഈ ഭൂമിക്ക് വന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കഥ ഇവിടെ ഏകദേശം കൃതയുഗത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ ആ ഭൂമിയുടെ ഓരോ വ്യാപ്തിയും മറ്റുള്ള ഭവാടവി വർണ്ണനം ഇത്യാദി കാര്യങ്ങളൊക്കെ ഭാഗവതത്തിൽ കാണുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ഇത്തിരി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ അഷ്ടമസ്കന്ധത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ മത്സ്യാവതാരം കഥ പറയുന്ന സമയത്ത് ആദ്യം ദേവാസുര യുദ്ധം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അത് പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് സത്യവ്രതൻ്റെ കഥയിലേക്ക് കടക്കുന്നത്. മത്സ്യാവതാരം കഥ പറയുന്ന സമയത്ത് സത്യവ്രതനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ സത്യവ്രത മഹാരാജാവിനെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് അവിടെ വാക്കു കൊടുക്കുന്നുണ്ട്, ഈ മന്വന്തരം കഴിഞ്ഞാൽ അടുത്ത മന്വന്തരത്തിലെ മനുവായിട്ട് അങ്ങാണ് ഉണ്ടാവാൻ പോണത്, വൈവസ്വത മനുവായിട്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സൂര്യൻ്റെ പുത്രനായിട്ട് വിവസ്വാൻ്റെ പുത്രനായിട്ട് വൈവസ്വത മനു ഉണ്ടാവണം. അവിടുന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രപരമ്പരയിലാണ് പിന്നെ പറഞ്ഞു വരുന്നത് ഭൂമി ഭരിച്ചിരുന്ന ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ. അതിൽ ഇക്ഷ്വാകു എന്ന പുത്രൻ്റെ വംശമാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളത്. ഈ ഇക്ഷ്വാകുവിൻ്റെ വംശം പറഞ്ഞു വരുമ്പോൾ ഭാഗവതം നവമസ്കന്ധത്തിൽ ഓരോരോ രാജാക്കന്മാർ അവരവരുടെ വംശത്തിൽ ജനിച്ചിട്ടുള്ള പുത്രന്മാർ അവരവർ ഭരിച്ചിരുന്ന ആ സന്ദർഭത്തിലെ കഥകളൊക്കെ വളരെ വ്യക്തമായിട്ട് ഭാഗവതം നവമസ്കന്ധത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വൈവസ്വത മനുവിൻ്റെ പുത്രനായിരുന്നു ഇക്ഷ്വാകു, അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ശശാദൻ്റെ പുത്രനായിരുന്നു കകുത്സ്ഥൻ്റെ വംശത്തിലാണ് കുവലയാശ്വൻ എന്ന് പറയുന്ന പുത്രൻ ഉണ്ടാവുന്നത്. കുവലയാശ്വൻ്റെ വംശത്തിൽ യവനാശ്വൻ്റെ പുത്രൻ മാന്ധാതാവ്, വളരെ പ്രസിദ്ധമാണ് മാന്ധാതാവിൻ്റെ കഥയൊക്കെ. മാന്ധാതാവിൻ്റെ വംശത്തിലാണ് ത്രിശങ്കു എന്ന പുത്രൻ ഉണ്ടാവുന്നത്. രാമായണത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും ത്രിശങ്കു സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ വരുന്നുണ്ട്. അത് ഇദ്ദേഹത്തിനെ കുറിച്ചാണ്. ത്രിശങ്കുവിൻ്റെ പുത്രനാണ് ഹരിശ്ചന്ദ്രൻ. നമുക്കറിയാം വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥാപാത്രമാണ്. ആ സത്യത്തിനും ധർമ്മത്തിനും പേരുകേട്ട രാജാവായിരുന്നു ഹരിശ്ചന്ദ്രൻ്റെ പുത്രനാണ് രോഹിതൻ്റെ വംശത്തിൽ സഗരൻ്റെ പുത്രന്മാരുടെ ആ ഒരു പ്രവൃത്തി കാരണമാണ് സാഗരങ്ങൾ ഉണ്ടായത് എന്ന് പ്രതിപാദിക്കുന്നുണ്ട് പുരാണങ്ങളിൽ. എന്തായാലും സഗരൻ്റെ പുത്രൻ പിന്നീട് ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയുന്ന കഥാഭാഗം വളരെ പ്രസിദ്ധമാണ്. ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ മഹാത്മാവാണ് ഭഗീരഥൻ. ഈ ഭഗീരഥൻ്റെ പുത്രനാണ് ഖട്വാങ്കൻ. നമുക്കറിയാം ഒരു മുഹൂർത്തം കൊണ്ട് മാത്രം മോക്ഷം സാധിച്ച പരീക്ഷത്തിൻ്റെ കഥ പറയുമ്പോൾ പറയാറുണ്ട് ഖട്വാങ്കൻ്റെ മഹാത്മ്യം. ഖട്വാങ്കൻ്റെ വംശത്തിലാണ് പിന്നീട് രഘു എന്ന് പറയുന്ന രാജാവ് ഉണ്ടാവുന്നത്. രഘുവിൻ്റെ പുത്രനാണ് അജൻ്റെ പുത്രനാണ് ദശരഥൻ്റെ പുത്രനായിട്ടാണ് രാമൻ അവതരിക്കുന്നത്. അതായത് ആ സമയത്ത് രാവണാദികളുടെ ആ ഉപദ്രവം കാരണം ഭൂമി വളരെയധികം കഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ഭഗവാൻ തന്നെ മനുഷ്യനായിട്ട് ജനിച്ചു എന്ന്, രാവണവധത്തിന് ഒരു മനുഷ്യനെ കൊണ്ടേ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹത്തിന് വരണ്ടായിരുന്നു. അത് കാരണം ഭഗവാൻ തന്നെ മനുഷ്യനായിട്ട് ദശരഥപുത്രനായിട്ട് അവതരിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് രാമാവതാരം വരുന്നത് ഏകദേശം ത്രേതായുഗത്തിലാണ് രാമാവതാരം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുക.
ത്രേതായുഗത്തിൻ്റെ ഏത് സന്ദർഭത്തിൽ ഏത് ഭാഗത്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ത്രേതായുഗത്തിലാണെന്ന് പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്, ഇതിഹാസങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പം ഇനി ഇതിൻ്റെ ഒരു സമയക്രമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 യുഗങ്ങളാണ് നമുക്കുള്ളത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങളുടെയും ഡ്യൂറേഷൻ, അതായത് എത്ര സമയമാണ് ഇതുള്ളത് എന്നുള്ളതിന് ഒരു കണക്കുണ്ട് എന്നാ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 4:3:2:1 അതാണ് ആ പ്രപ്പോർഷൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ ദേവവർഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ 360 വർഷങ്ങളാണ്. മനസ്സിലാക്കുക, ദേവന്മാരുടെ വർഷം, ഒരു വർഷം എന്ന് പറയുന്നത് മനുഷ്യരുടെ 360 വർഷങ്ങളാണ്. 4800, അതായത് 4800 ദേവവർഷങ്ങളാണ് ഒരു സത്യയുഗത്തിലുള്ളത്. അതേപോലെ അത് ത്രേതായുഗ ആവുമ്പോഴേക്കും 3600 ദേവവർഷങ്ങളാവണം. ദ്വാപരയുഗ ആവുമ്പോഴേക്കും 2400 ദേവവർഷങ്ങളാവണം. കലിയുഗ ആവുമ്പോഴേക്കും 1100 ദേവവർഷങ്ങളാവണം. അപ്പോൾ ഇത് മനുഷ്യവർഷങ്ങൾ കണക്കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് ഓരോന്നിനെയും 360 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം എത്ര ലക്ഷമാണ് വർഷങ്ങൾ വരുന്നത് എന്ന്. ത്രേതായുഗത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ ഈ രാമാവതാരം ഉണ്ടായി എന്ന് പറയുന്നു. ശ്രീരാമചന്ദ്രസ്വാമി രാവണനെ വധിച്ചു വന്നതിന് ശേഷം, പട്ടാഭിഷേകം ഉണ്ടായതിന് ശേഷം 10,000 സംവത്സരക്കാലം ആ ഭൂമി ഭരിച്ചു രാജാവായിട്ടെന്നും പറയുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ദ്വാപരയുഗം ഉണ്ടായി. ത്രേതായുഗത്തിൻ്റെ അവസാനം പുതിയ യുഗമായിട്ടുണ്ടായതാണ് ദ്വാപരയുഗം. ഈ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിലാണ് ശ്രീകൃഷ്ണ അവതാരം ഉണ്ടാവുന്നത്. ഈ ശ്രീകൃഷ്ണ അവതാരം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ചരിതം കഥ പറയുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും നമുക്ക് രാമനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കും. കൃഷ്ണന് മുൻപ് ഉണ്ടായിട്ടുള്ള അവതാരമാണ് രാമൻ്റേതെന്ന് സൂചിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും കൃഷ്ണകഥയിലുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ ജാംബവാൻ്റെ കഥ നമുക്കറിയണതാണ്, ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ജാംബവാൻ അദ്ദേഹം ആ രാമരാവണ യുദ്ധത്തിൽ രാമസൈന്യത്തിൽ പങ്കെടുത്ത ആളാണ്. അത് കഴിഞ്ഞ് ഈ യുഗം മാറിയതിന് ശേഷം അനേകം വർഷങ്ങൾ, ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരം എന്ന് പറഞ്ഞു. ആ ഭഗവാൻ കൃഷ്ണൻ്റെ ആ വിവാഹപ്രായമായ സമയത്ത് മണി അദ്ദേഹത്തിൻ്റെ സത്രാജിത്തിൻ്റെ സ്യമന്തകമണി നഷ്ടപ്പെടുകയും അതിൻ്റെ ആരോപണം ഭഗവാന്റെ നേർക്ക് വരികയും അങ്ങനെ ഭഗവാൻ അത് തെരഞ്ഞു നടക്കുന്ന സമയത്ത് ജാംബവാന്റെ ഗുഹയിൽ വന്നെത്തി. അവിടെ ആ മണി കണ്ട സമയത്ത് ആ ജാംബവാനുമായിട്ട് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടക്കണു. അവസാനം ആ ശ്രീരാമചന്ദ്രസ്വാമി തന്നെയാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ആ ഭഗവാന്റെ കാൽക്കൽ വീണ് തൻ്റെ പുത്രിയെ അവിടെ വിവാഹം കഴിച്ചു കൊടുക്കണ ആ ഒരു സന്ദർഭം നമുക്ക് അറിയാം. ഭാഗവതം കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയുണ്ടാവും. അപ്പോൾ ജാംബവാന്റെ ഒരു ഉദാഹരണത്തിൽ തന്നെ മനസ്സിലാക്കാം രാമൻ്റെ ആ അവതാരം അതിൻ്റെ തൊട്ട് മുൻപുള്ള ത്രേതായുഗത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ രാമൻ്റെ കഥ അല്ലെങ്കിൽ രാമൻ്റെ മാഹാത്മ്യം, രാമനാമം എന്നുള്ളത് ആ ദ്വാപര യുഗത്തിലും ഉണ്ടായിരുന്നു എന്നർത്ഥം. ആ രാമൻ എന്നുള്ള ആ കഥാപാത്രത്തിനെ കുറിച്ച് പല സന്ദർഭത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. രാമായണ കഥയെ പല സന്ദർഭത്തിലും കൃഷ്ണചരിതത്തിലും നമുക്ക് പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കും എന്നർത്ഥം. ഈ ശ്രീകൃഷ്ണ അവതാരം കഴിഞ്ഞതിന് ശേഷം ആ ദ്വാപര യുഗത്തിൻ്റെ അവസാനത്തിലാണ് അതിഗംഭീരമായിട്ടുള്ള മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം അവിടെ നടക്കുന്നത്. ഈ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ഭഗവാൻ സ്വധാമഗമനം നടത്തിയതിൻ്റെ അടുത്ത നിമിഷം മുതലാണ് കലിയുഗം ആരംഭിച്ചത്. കലിയുഗം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 5100 വർഷത്തോളം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കണക്ക് പറയുന്നത്. അങ്ങനെ 5100 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ഒരു 1000 വർഷം അല്ലെങ്കിൽ കുറച്ച് 1000 പറയാൻ പറ്റില്ല, കുറച്ച് 100 വർഷങ്ങളുടെ ഉള്ളിൽ മാത്രമാണ് ഈ ഭാരതത്തിൽ പല തരത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടായത്. അതായത് ഈ ചരിത്രപരമായിട്ടുള്ള പല തരത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടായത്. എന്നാൽ രാമ അവതാരമായാലും സരയൂ നദീൻ്റെ തീരത്തുള്ള അയോധ്യ എന്ന് പറയുന്ന നഗരിയിൽ ശ്രീരാമചന്ദ്രസ്വാമി വന്ന് അവതരിച്ചു എന്ന് പറയുന്ന കഥ, അത് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞ കണക്കനുസരിച്ച് മനസ്സിലായിട്ടുണ്ടാവും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഈ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചിട്ടും ആ ഒരു സ്ഥലത്തിൻ്റെ മഹാത്മ്യമായാലും ആ കഥയുടെ മഹാത്മ്യമായാലും ആ കഥാപുരുഷൻ്റെ മഹാത്മ്യമായാലും ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മഹാത്മ്യം ഇന്ന് വരെ അത് നിലയ്ക്കാതെ തുടർന്ന് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് 100 വർഷങ്ങളുടെ ഇടയിലാണ് ഇവിടെ ആ ഭാരതഭൂമിയിൽ മറ്റ് ചില രാജ്യങ്ങളിൽ നിന്ന്, മറ്റ് ചില പ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദ്വീപുകളിൽ നിന്നുള്ള പല ആൾക്കാരുടെ ആ ഒരു ആക്രമണം അല്ലെങ്കിൽ അധിനിവേശം എല്ലാം കാരണം പല വ്യത്യാസങ്ങളും ചരിത്രപരമായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്.
എന്നാൽ ഇന്നും അതേ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഭാരതീയനായിട്ടുള്ള ഏതൊരാൾക്കും അറിയാം, ആ അയോധ്യ എന്ന് പറയുന്ന ഭൂമിയിൽ രാമചന്ദ്രസ്വാമിയുടെ ആ ജന്മസ്ഥാനമായിട്ടുള്ള ആ ഭൂമിയിൽ ആ രാമക്ഷേത്രത്തിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്ന ആ ഒരു വളരെയധികം വിശിഷ്ടമായിട്ടുള്ള മഹാത്മ്യമേറിയ ഒരു ക്രിയ എന്ന് അവിടെ നടക്കാൻ പോവുകയാണ് കുറച്ച് നേരങ്ങൾക്കുള്ളിൽ, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ആ അയോധ്യയിൽ തിരിച്ച് ഇതിനു മുൻപുണ്ടായിരുന്ന അതേ തേജസ് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആ തേജസ് അത് വളരെ കുറച്ചൊരു സന്ദർഭത്തിന്, ഒരു സമയത്തിന് മാത്രമേ അത് അവിടുന്ന് ഇല്ലാണ്ടേ ആയിട്ടുമില്ല. സത്യത്തിൽ അത് ഇല്ലാണ്ടേ ആയിട്ടില്ല. പക്ഷെ അതിനെ പുനരുദ്ധാരണം ചെയ്യുക എന്നുള്ള ഒരു ക്രിയ അതാണ് ഇന്ന് ചെയ്യപ്പെടുന്നത്, അല്ലേ? അപ്പോൾ എത്രത്തോളം ചരിത്രപരമായിട്ട് മഹാത്മ്യമുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്ന് നമ്മൾ ഓർക്കുക. കാരണം അതിൻ്റെ എന്താണ് തെളിവ്? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന ആളുടെ മകൻ ഇന്നയാളാണ് 9 ഭൂമിയെ ഖണ്ഡിച്ചു, 7 ഖണ്ഡിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കാലക്രമത്തിൻ്റെ കഥ പറഞ്ഞു. ഇതിനൊക്കെ എന്താ തെളിവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത് പുരാണങ്ങളിൽ ഇത് വ്യക്തമായിട്ട് എവിടേക്കാണ് പറഞ്ഞിട്ടുള്ളത്, ഏത് പുരാണത്തിൽ, ഏത് സ്കന്ധത്തിൽ, ഏത് അധ്യായത്തിൽ, ഏത് ശ്ലോകത്തിൽ, എവിടെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, ഏത് പാദത്തിലാണിത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ സംസ്കൃതം എഴുതിയിട്ടുള്ളതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ തെളിവ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഗവേഷകന്മാർ ഈ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആർക്കിയോളജി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഗവേഷണമൊക്കെ നടത്തുന്ന ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട് ഭൂമിശാസ്ത്രമായിട്ട് പലതരം തെളിവുകൾ പറയുന്നുണ്ട്. ഇതൊന്നുമല്ല സത്യത്തിലെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കണക്കനുസരിച്ച് എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ഈ കാര്യം, അന്ന് ജനിച്ചിട്ടുള്ള ആ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ കഥ, അദ്ദേഹത്തിൻ്റെ നാമം, അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം ഇന്നും ആ ലോകത്തിൽ ഒരു തരി പോലും, ഒരു അണുയിട പോലും വ്യത്യാസം വരാണ്ട് അത്രയും തേജസ്സോടെ തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, രാമനാമം ഇന്നും ജപിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, രാമകഥകൾ ഇന്നും പറയപ്പെടണമെന്നുണ്ടെങ്കിൽ, ആ രാമസ്വരൂപം ഇന്നും സ്മരിക്കപ്പെടണു, നമിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന ചൈതന്യത്തിൻ്റെ, ആ മാഹാത്മ്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ ഇന്ന് ആ ഒരു ക്ഷേത്രത്തിൽ, ആ ഒരു പുണ്യഭൂമിയിൽ ആ ചൈതന്യത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് നമ്മൾക്ക് അഭിമാനിക്കാം എന്നാണ്. ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു സമയത്ത് ഇവിടെ ജീവനോടെ ഉണ്ടാവാൻ പറ്റിയ മനുഷ്യരിൽ ഒരാളാണ് ഞാൻ എന്നുള്ളതിനും നമുക്ക് അഭിമാനിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു നിമിഷവും ചരിത്രമായിട്ട് പറയപ്പെടും. അപ്പോൾ അന്ന് അതൊരു ചരിത്രമാവണ സമയത്ത് നമ്മൾ ആ സമയത്ത് ആ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരിൽ ഒരാളാണ് നാം എന്നുള്ളതും നമുക്ക് വളരെയധികം അഭിമാനം തോന്നാവുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ ഭഗവാന്റെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമം അത് ജപിച്ചിരുന്ന അനേകം ആൾക്കാർ, ഇന്നും ജപിക്കണ അനേകം ആൾക്കാർ, അവരുടെയൊക്കെ ആ ഒരു ഭക്തിയുടെ ഒരു മഹാത്മ്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഭഗവാന്റെ കാരുണ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അത് കാരണമാണ് ഇന്ന് ഇത്രയും വിശിഷ്ടമായിട്ടുള്ള ഒരു ക്രിയ അവിടെ നടത്താൻ സാധിക്കുന്നതും, അതേപോലെ അത് ഓരോരുത്തർക്കും അതിൻ്റെ ഒരു ചൈതന്യത്തിൻ്റെ ആ ഒരു അംശം നമുക്കൊക്കെ അനുഭവിക്കാറാവണതും അത് കാരണം തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സന്ദർഭത്തിൽ അവിടെ ആ ഒരു ക്രിയ നടക്കുന്ന സമയത്ത് ആ ഭഗവാനെ തന്നെ സ്മരിച്ചും കൊണ്ട്, ആ രാമനാമം ജപിച്ചും കൊണ്ട് നമുക്ക് ആ ഒരു മുഹൂർത്തത്തിനെ സ്വാഗതം ചെയ്യാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് സജ്ജനങ്ങൾ ഓരോരുത്തരും ആ ഒരു രീതിയിൽ തന്നെ ആ രാമനാമം സദാ നമ്മുടെ നാവിൽ വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് ഒരു അല്പനേരം ആ രാമനാമം ജപിച്ചിട്ട് ഈ ഒരു ഉദ്യമം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാം. അപ്പോൾ ഏവർക്കും ഈ ഒരു ചരിത്രപരമായിട്ടുള്ള മുഹൂർത്തത്തിൽ ഇതിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നതിൽ വളരെ അധികം അഭിമാനിക്കാം, സന്തോഷിക്കാം എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ സമർപ്പിച്ചും കൊണ്ട് ആ രാമനാമം നമുക്ക് ജപിക്കാം. ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.